കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതായി ഒരു പരസ്യമായ രഹസ്യമാണ്. അതിൽ നിന്നും BJPയെ മുക്തമാക്കാൻ വേണ്ടിയാണോ രാജീവിൻ്റെ പുതിയ നീക്കം? കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് മംഗളം. ആ മംഗളം പത്രം രാജീവ് ചന്ദ്രശേഖർ വാങ്ങുന്നു എന്നത് തുടർച്ചയായി തന്നെ ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വരികയാണ്. ദേശാഭിമാനിക്ക് എന്ത് പറ്റി? ഇങ്ങനെ രാജീവിൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങുന്നതിൽ ദേശാഭിമാനിക്ക് എന്താണ് പ്രശ്നം? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ കാലുകുത്തിയതോടുകൂടി CPM-നൊക്കെ ഇത്തിരി വരളി പൂണ്ട് നിൽക്കുകയാണ്. CPM-ന് മാത്രമല്ല, കോൺഗ്രസിനുമുണ്ട്. അതിൻ്റേതായ നേട്ടം BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൈലേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ BJPയുടെ മുഖമല്ല ഇവിടെ. രണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനല്ലേ. അദ്ദേഹം പത്രം വാങ്ങും. ഇനി നാളെ മനോരമ വിൽക്കാൻ പോവുകയാണെങ്കിൽ മനോരമ ചിലപ്പം നോട്ടമിടും എന്ന് വിചാരിച്ച് മനോരമ ഒരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ പത്രം, അതിൻ്റെ പത്രമായതുകൊണ്ട് വാങ്ങാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. കച്ചവടക്കാരനാണ്. കച്ചവടക്കാരൻ അയാളുടെ മേഖല വിപുലമാക്കും. പാർട്ടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും മറ്റു കാര്യങ്ങളുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ അത് വേറൊരു വഴി കൂടെ ചെയ്യുന്നുണ്ട്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ലേ. താഴെത്തട്ടിൽ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. മംഗളം പത്രം, മംഗളത്തിനൊരു പേരും പെരുമയും ഒക്കെ ഉണ്ട്. അവസാനം വന്നപ്പോൾ ദുഷ്പേരും കിട്ടിയ പത്രമാണ്. പത്രമല്ല, ചാനലും. ഈ മംഗളത്തിനൊരു പൈങ്കിളി സ്വഭാവവും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഈ ജനങ്ങൾ മുഴുവൻ, സ്ത്രീകളെ മാത്രം അടച്ചാക്ഷേപിക്കേണ്ട, പുരുഷന്മാരുൾപ്പെടെയുള്ളവർ ഈ തുടർ നോവലുകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈ സീരിയലുകളൊക്കെ വരുന്നതിന് മുമ്പ്, ടെലിവിഷൻ ചാനൽ ഇത്രയും ഒരു അതിപ്രസരം ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ദൂരദർശനാണ്. അതിൽ തുടക്ക സമയത്ത് മാത്രം കുറച്ച് സീരിയൽ, അങ്ങനെ സീരിയലിൻ്റെ ഒരു പ്രളയമൊന്നും ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും ഒന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പം അതിനു മുമ്പ് ഈ കോട്ടയത്ത് നിന്നുള്ള മാപ്രസിദ്ധീകരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. മംഗളം, മനോരമ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് മനോരമ കുടുംബത്തിൽ എന്നുള്ളത് ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് തുടർ നോവലുകളുണ്ട്. അന്നത്ര 5 രൂപയും കണ്ടുള്ളായിരുന്നു ആദ്യകാലം. 5 ഇല്ല, അതിൽ താഴെയാണ്. പിന്നെ ഇപ്പോഴേ വന്നിട്ട് മലയാള മനോരമയ്ക്ക് തന്നെ ഏതാണ്ടോ മനോരമ ആഴ്ചപ്പതിപ്പിന് 15 രൂപയോ 20 രൂപയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് വായിക്കാൻ. 20 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ 2 ചായയുടെ പൈസ ആകുന്നുള്ളൂ. അപ്പോൾ ഈ ആൾക്കാർ നല്ല വലിയ സർക്കുലേഷനായിരുന്നേ. മംഗളം എനിക്ക് തോന്നുന്നു വാരികയിലൂടെയാണ് അത്രയും ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. പിന്നെ കേരളത്തിലെമ്പാടും, പ്രത്യേകിച്ച് ഞാൻ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലൊക്കെ മംഗളം വാരികയില്ലാത്ത ഒരു വീടില്ല എന്നുള്ളതാണ്. അന്ന് ഇന്നത്തെ പോലെയല്ല. പിന്നെ ഇതിനൊക്കെ ഏജൻറ്റുമാർ തന്നെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന ഒന്നാണ് മംഗളം. പിന്നെ മംഗളം പത്രമായി, പിന്നീട് വന്നിട്ട് പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ മംഗളം ചാനലായി, പിന്നെ യൂട്യൂബിലേക്കും പോയി, പിന്നെ അതിൻ്റെ പതനവും ഉണ്ടായി. പ്രധാനപ്പെട്ട സിറ്റി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവർക്ക് വലിയ ആസ്തി ഉണ്ട്, കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതിനെ അങ്ങ് വിൽക്കാൻ തീർച്ചപ്പെടുത്തിയത്. അപ്പോൾ അത് കേസെല്ലാം സെറ്റിൽ ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ വാങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ദേശാഭിമാനി പത്രം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി മംഗളം ഇരിക്കുന്ന തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമുണ്ട്. അതിന് ദേശാഭിമാനി നോട്ടമിട്ടിട്ട് നടക്കാത്തത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വാങ്ങിച്ചപ്പോൾ അതിനെ വേറൊരു തരത്തിൽ അവർ വഷളാക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ എന്നൊരു സംശയം. സമീപത്താണല്ലോ. തൊട്ട് സമീപത്ത്. അവിടെ നിന്നുകൊണ്ട് ഇപ്പോഴും ദേശാഭിമാനിയുടെ ഓഫീസിൽ നിന്നുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ മംഗളത്തിൽ കേൾക്കാം. അത്ര ദൂരമല്ലേ ഉള്ളൂ, ഒരു വെളിപ്പാട് അകലെ. പിന്നെ ജന്മഭൂമി വലിയ വാർഷിക ആഘോഷമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്താണ് ഈ വാർത്ത എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ജന്മഭൂമി പത്രത്തിന്, അതാണല്ലോ BJPയുടെ മുഖപത്രം. അതിനെ വളർത്തിക്കൊണ്ടുവരാതെ എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇതിലേക്ക് പോയിരിക്കുന്നത്? അതിന് ദേശാഭിമാനി എന്തിനാ ഈ തേങ്ങിക്കരയുന്നത്? അതിനകത്തെന്തെങ്കിലും നമുക്ക് എന്തിനാണ് ദേശാഭിമാനി വേവലാതിപ്പെടുന്നത്? വീക്ഷണം പത്രത്തിൻ്റെ ഗതികേടിനെ കുറിച്ച് എന്താ എഴുതാത്തത്? എനിക്ക് തോന്നുന്നു പാർട്ടി പത്രങ്ങളിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പോകുന്നത് ആരാ?
ദേശാഭിമാനി മാത്രമേ ഉള്ളൂ. അത് പത്രം എടുത്താലും ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ലേ ഔട്ട്, പിന്നെ അതിൻ്റെ ഒരു പേപ്പർ, ഇപ്പം ജന്മഭൂമിയുടെയൊക്കെ ആ ഒരു പേപ്പർ ക്വാളിറ്റി, ലേ ഔട്ടും ഒന്നും ആ ഒരു ഭംഗിയൊന്നും വരുന്നില്ലെന്നുള്ളതാണ്. അത് വീക്ഷണമായാലും ചന്ദ്രികയായാലും ഒക്കെ അങ്ങനെ തന്നെ. അല്ല, കേരളത്തിൽ 3ാമത്തെ പത്രമല്ല ദേശാഭിമാനി. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇവർക്ക് പിന്നെ ഇതുണ്ട്, യൂണിറ്റും ഒക്കെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭരണത്തിലിരിക്കുമ്പോൾ ഇവരതിനെ വളർത്തിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൊല്ലം ഇവിടെ കോൺഗ്രസ് ഭരിച്ചു. വീക്ഷണം പത്രത്തിൻ്റെ ഗതികേട് നോക്ക്. ജയ് ഹിന്ദ് ചാനൽ അവിടെ ശമ്പളം പോലും കൊടുക്കുന്നില്ല. ശമ്പളം കിട്ടാതെ ഓരോരുത്തർ അവിടുന്ന് ജോലിക്കാർ അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ ഒരു ഗതികേടിലാണ് നിൽക്കുന്നത്. ദേശാഭിമാനി എന്ന് പറയുമ്പോൾ അതല്ല, അവർ കണ്ണായ സ്ഥലത്ത് AKG സെൻറ്ററിൽ നിന്ന് നേരെ കാലെടുത്ത് വെച്ചാൽ കൈരളി ചാനലിലോട്ട് കയറാം. അങ്ങനെ ഒരു കൈരളിക്കൊരു വലിയ പിന്നെ ആ ചാനൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കണ്ണായ പ്രദേശത്ത്. AKG സെൻറ്ററും ഇരിക്കുന്നത് നമുക്കറിയാം കണ്ണായ സ്ഥലത്താണ്. പിന്നെ ഈ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ദേശാഭിമാനിക്ക് ഓഫീസുണ്ട്. ഇപ്പോൾ വീക്ഷണം പത്രം എത്ര കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ കാണും? ദേശാഭിമാനി പത്രം അതല്ലല്ലോ, എല്ലാ സഹാക്കന്മാരുടെയും, കുട്ടി സഹാക്കന്മാർ മുതൽ മൂത്തും സഹാക്കന്മാരുടെ വരെ വീട്ടിലുണ്ട്. വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ദേശാഭിമാനി വാങ്ങിക്കുന്ന വീട്ടുകാർ മനോരമയും മാതൃഭൂമിയും കൂടെ വാങ്ങിക്കും. വായിക്കുന്നത് മനോരമ അല്ലെങ്കിൽ മാതൃഭൂമി ആയിരിക്കും. ഇത് ചോറ് പൊതിയാൻ കൊണ്ടുപോകും, അതിനുവേണ്ടി എടുത്തിട്ടിരിക്കുന്നതാണ്. പക്ഷേ പത്രത്തിന് മുതൽക്കൂട്ടല്ലേ. EP ജയരാജന് ഇതിനകത്ത് നല്ല അധ്വാനം നടത്തിയിട്ടുള്ളതാണ്. എങ്ങനെ ഇതിൻ്റെ വരുമാനം സ്രോതസ്സ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് EP ചെയ്തിട്ടുള്ളത്. ആ വക കാര്യങ്ങൾ അദ്ദേഹം മിടുക്കനാണ്. അപ്പോൾ ദേശാഭിമാനിക്ക് എനിക്ക് തോന്നുന്നു വേവലാതിപ്പെടുന്നതിൽ ഇങ്ങനെയും കാര്യമുണ്ടാകാം. അവർക്കിത് വാങ്ങാനുള്ള അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വലിയ ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പം ദേശാഭിമാനി എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ വാർത്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, BJP രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് 2014 മുതലാണ്, തുടർച്ചയായി. അതിന് മുമ്പുണ്ട്, അത് മാറ്റി നിർത്താം. 14 മുതലാണല്ലോ നരേന്ദ്രമോദി. 24, 10 വർഷം കഴിഞ്ഞു. ഈ പിന്നെ ജനം ചാനലൊക്കെ BJPക്ക് അനുകൂലമാണ്, BJP ആണ് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം വളർന്നിട്ടുണ്ട്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയും വളർന്നു വരേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. അവരന്ന് ആ ശബരിമല പ്രശ്നത്തിൽ മാത്രമാണ് ആ ചാനൽ കയറി വന്നത്. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ശരിയായ രീതിയിൽ കാണിച്ചു എന്നുള്ള രീതിയിൽ കൂടുതൽ. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് അവർക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ജന്മഭൂമി തന്നെ വേണ്ടത്ര രീതിയിൽ കയറി വന്നിട്ടൊന്നുമില്ല. പത്രം വലിയ ആഘോഷമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാ BJPക്കാരുടെയും വീടുകളിൽ ഈ പത്രം വാങ്ങിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അതിന് ഈ പത്രം മാനേജ്മെന്റ് കൂടെ ചിന്തിക്കണ്ടേ? നല്ലൊരു സാറ് പറഞ്ഞ ലേഔട്ടും നല്ല വാർത്തകളുമായി നൽകിയാൽ മാത്രമേ തോന്നുള്ളൂ. ഇപ്പം ഇതിനകത്ത് നമുക്കറിയാം ദേശാഭിമാനിയിലെ വാർത്ത ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പോലും പത്രം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കാൻ എന്നെങ്കിലുമുള്ള ഒരു മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തക്കവണ്ണം അത് ലേഔട്ടിൽ വരണം. ജന്മഭൂമിയൊക്കെ അത്തരത്തിൽ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലേഖനങ്ങൾ, കാര്യങ്ങൾ ഒക്കെ വരണം. പ്രത്യേകിച്ച് പ്രിൻ്റ് മീഡിയയൊക്കെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത്. അപ്പം മംഗളം സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ചാനലില്ലേ അല്ലേ? ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ അല്ലേ? അപ്പോൾ അതുപോലെ ഒരു പത്രം അദ്ദേഹത്തിന് ആയാൽ എന്താ കുഴപ്പം? ഇനി നാളെ ഒരു ഹോട്ടൽ ഉണ്ടാകും. അതിലൊന്നും ഇവർ പിന്നെ വേവലാതിപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം തനി ബിസിനസ്സുകാരൻ തന്നെയാണ്. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ദേശാഭിമാനിക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.